ചേട്ടത്തി ആ ഗോപനപ്പ എത്തി. അപ്പൊ അറിഞ്ഞില്ലേ, നേരം കുറെ ആയി. ചേട്ടനെ കണ്ടില്ലേ? തിരക്കൊക്കെ ഒഴിയട്ടെ എന്ന് വിചാരിച്ചു. PSC ടെസ്റ്റ് എഴുതിയിട്ട് എങ്ങനെ? എളുപ്പമായിരുന്നോ? എഴുതിയില്ല. ഓ എന്തിനാ വെറുതെ. ചേട്ടൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോ റാങ്ക് ലിസ്റ്റിലെങ്ങാനും പേര് പെട്ടുപോയാ മുഖ്യമന്ത്രി റെക്കമെൻഡേഷൻ കൊണ്ടാണെന്ന് നാട്ടുകാരെങ്ങാനും പറയുമെന്ന് പേടിച്ച് പുള്ളി തന്നെ തട്ടിക്കളയാനും മതി. ആദർശവാനല്ലേ. അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോടൊന്നൊരു ചൊല്ലുണ്ട്, അതുപോലുണ്ട്. അനിയ, എല്ലാവർക്കും അവരുടേതായ പ്രശ്നങ്ങളും വേദനയൊക്കെ ഉണ്ട്. അത് മറ്റുള്ളവരുടെ ചുമലിൽ ചാരി സന്തോഷിക്കുന്നതിനെ സാഡിസം എന്നൊക്കെ പറയാ. ഓഹോ, എനിക്കിവിടെ ഒരുപാട് നേരം കാത്തിരിക്കാനും നോക്കത്തില്ല. എന്നെ വിളിപ്പിച്ചതേ ഇതുപോലെ ഉപദേശിക്കാനും ഗുരുദോഷിക്കാനും ഒക്കെ ആണെങ്കിലേ അതൊരു കടലാസെ കുറിച്ച് നീ തന്നേച്ചാ മതി. ഞാനത് വീട്ടിൽ പോയി പഠിച്ചോളാം. ഇത്രയും ഫ്രസ്ട്രേറ്റഡ് ആവാൻ നിനക്കിത് എന്ത് പറ്റി ഗോപാ? എനിക്കെന്ന് പറഞ്ഞ് സന്തോഷിക്കാൻ എന്തുണ്ട്? ജോലിയുണ്ടോ? പണമുണ്ടോ? അംഗീകാരമുണ്ടോ? ഒന്നുമില്ല. ഇതൊരു തരം കോംപ്ലക്സ് ആണ്. കോംപ്ലക്സ് ഒക്കെ ആകാം, എല്ലാരിലും ഒരളവിൽ അത് ഉണ്ട് താനും. പക്ഷെ അത് മാത്രമായാൽ ചുറ്റിപ്പോകേ ഉള്ളൂ. ഐഡന്റിറ്റി ഉള്ളവരിലെ കോംപ്ലക്സ് വർക്കൗട്ട് ആവൂ. ഞാൻ ഓർക്കുകയാണ്, കുഞ്ഞുനാളില് ഞാനൊരു കണ്ണിമാങ്ങ എറിഞ്ഞിട്ടാൽ അത് ഓടിച്ചെന്നെടുത്ത് നീ നിന്റേതാക്കുമായിരുന്നു. നീ എന്തു കുറ്റം കാണിച്ചാലും അതിനൊക്കെ അമ്മയുടെയും തല്ലുകൊണ്ടിരുന്നത് ഞാനാ. അന്നൊക്കെ ഞാൻ നിനക്ക് വേണ്ടി തോറ്റു തന്നിട്ടേ ഉള്ളൂ, നിന്നെ കുറ്റം പറഞ്ഞിട്ടില്ല. കൂടപ്പറപ്പുകൾക്ക് വേണ്ടി തോറ്റു കൊടുക്കുന്നത് ഒരു സുഖ. പക്ഷേ എടാ, ഇന്ന് നീ കാണിക്കുന്ന തെറ്റുകൾ കണ്ണടച്ചെനിക്ക് സമ്മതിച്ചു തരാനാവില്ല. ഞാൻ നിന്റെ ജ്യേഷ്ഠനാ, ശരിയാ. അതിലുപരി ഈ രാജ്യം ഭരിക്കുന്ന മന്ത്രിയാ. ഒരു ചെറുപ്പക്കാരൻ നേതാവ് നേടാവുന്ന പരമോന്നത സ്ഥാനം സത്യസന്ധതയെ ആത്മാർത്ഥതയെ നടിച്ച് നിങ്ങൾ നേടിയെടുത്തു. സ്നേഹബന്ധങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാനങ്ങളാണ് വലുത്. തെറ്റുകളിൽ പശ്ചാത്തപിക്കാം. തിരുത്തലുകൾക്ക് ഇനിയും സമയമുണ്ട്. പക്ഷേ അതിനൊന്നും കൂട്ടാക്കാതെ നീ ഇങ്ങനെ പോയാൽ എന്റെ വിധി എന്താണെന്ന് അവസാനമായി തീർപ്പേൽപ്പിക്കേണ്ടത് നിങ്ങളല്ല. ഓഫ് കോഴ്സ് ഞാനല്ല. ബിയോണ്ട് സം പവേഴ്സ്, ഐ നോ ദാറ്റ്. പക്ഷെ അതിനെ നിന്ദിക്കുന്ന പ്രവൃത്തികളാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അമ്മ എന്ത് തെറ്റ് ചെയ്തടാ? കുഞ്ഞുനാളിലെ അച്ഛൻ മരിച്ചിട്ടും ഉള്ള പണ്ടവും ഭൂമിയും പണയപ്പെടുത്തി നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയതിന്റെ പ്രതിഫലമാണോ ഇത്? എന്റെ ഇമേജ് സംരക്ഷിക്കാൻ നീ സാത്വികനാവണമെന്നല്ല ഞാൻ പറയുന്നത്. ആ അമ്മയുടെ കണ്ണിന് ഞാൻ എന്ത് മറുപടി പറയണം? നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ എന്ത് കുറ്റമാണ് ഞാൻ ചെയ്തത്? എടാ, ലോക്കൽ പോലീസിന്റെ റെക്കോർഡിൽ നിന്റെ പേരുണ്ട്, ക്രിമിനൽസിന്റെ കൂട്ടത്തിൽ. That is the record. I got it. ചേട്ടാ, എന്തൊക്കെ പറയുന്നേ? നിന്നെ ഉപദേശിക്കാൻ ഞാൻ ആളല്ല, അതിന്റെ കാര്യമില്ല. നിനക്ക് വേണ്ടി എന്നാൽ കഴിയാവുന്നതിന്റെ പരമാവധി ഞാൻ ചെയ്തിട്ടുണ്ട്. അവസാനമായി എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ആ തറവാട് തീരെഴുതി ആ കാശ് നിന്റെ തരാൻ ഞാൻ അമ്മയോട് പറയാം. പിന്നെ അമ്മയുടെയും പെങ്ങളുടെയും കാര്യമല്ലേ ഉള്ളൂ, അത് ഞാൻ നോക്കിക്കോളാം. വാശി കളയണ്ട. എന്നോടുള്ള വാശി ഉണ്ടെങ്കിലും നീ നന്നായാ മതി. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഒരു 1500 rupees വേണ്ടിയിരുന്നു. കടമായിട്ട് മതി. കടമായിട്ട് തരാൻ എന്റെ കാശില്ല. ഇത് വെച്ചോളൂ. ഇതെനിക്ക് എന്റെ അച്ഛൻ ഇട്ടു തന്നതാ, നിന്റെ ചേട്ടനല്ല. 2000 രൂപയ്ക്ക് മേലുണ്ടാവും തോന്നുന്നു, കൃത്യമായിട്ട് അറിയില്ല. ഇതൊന്നും നിന്റെ ചേട്ടൻ തൂക്കം നോക്കിയിട്ടില്ല.